dear students, silent prayer. In last class we already started chapter 6, squares and square root. I think all of you know what is mean by square or perfect square number. Also we learned three properties of a square numbers. Do you remember which are they? In a perfect square number, unity place ends with 1, 4, 5, 6 or 9 only. Okay, for a perfect square, its units place 1, 4, 5, 6 or 9 only. Then next property is if a number has 1 or 9 at the unit place, then its perfect square have unity place 1. Why? For example, 21. 21, it's a perfect square. Sorry, its square number is 441 and end unity place is 1. Same like if we take it 19 into 19, we first multiply 9 into 9, 81 and 8 carry over. So this 1 is at the unity place. So if a number have unity place 1 or 9, then its a perfect square unity place also 1. And another third property is if a perfect square number ends with 6, that means if a perfect square number has unity place 6, then it's ആ നമ്പർ ഏത് നമ്പറൊക്കെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണെന്നുള്ളത് നോക്കുമ്പോൾ ആ നമ്പറിൻ്റെ എൻഡ് പോയിന്റ് 6 അല്ലെങ്കിൽ 6. എൻഡ് പോയിന്റ് മീൻസ് യൂണിറ്റ് പ്ലേസ് 4 or 6 ആയിരിക്കും. 4ലോ 6ലോ എൻഡ് ചെയ്യുന്ന ഏതെങ്കിലും നമ്പറിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ കണ്ടാൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 6 ആയിരിക്കും. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. യൂണിറ്റ് പ്ലേസിൽ 1 or 9 വരുന്ന നമ്പേഴ്സിൻ്റെ ഒക്കെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 1 ആയിരിക്കും. യൂണിറ്റ് പ്ലേസിൽ 4 or 6 വരുന്ന നമ്പേഴ്സിൻ്റെ ഒക്കെ യൂണിറ്റ് പ്ലേസിൽ സ്ക്വയർ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 6 ആയിരിക്കും. ഇതായിരുന്നു തേർഡ് പ്രോപ്പർട്ടി. Now take your textbook, page number 91. Try this this one. Which of the following numbers would have digit 6 at unit place? ഇതിൽ സ്ക്വയർ നമ്പേഴ്സ് കാണാനാണ് തന്നിരിക്കുന്നത്. ഈ സ്ക്വയർ നമ്പേഴ്സിൻ്റെ ഏതിൻ്റെയൊക്കെ യൂണിറ്റ് പ്ലേസിൽ 6 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് നോക്കിയാൽ മതി? തന്ന നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 4 or 6 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് 19 സ്ക്വയർ. 19ൻ്റെ 9 വന്നാൽ ഏതാ? 1ൽ എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് 24. യെസ്, 24 ends with 6. It's a perfect square ends with 6. Then 26, that is also correct. 36 square also correct. 34 square also correct. So that try this മനസ്സിലായി കാണുമല്ലോ. അതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ തന്ന നമ്പറിൻ്റെ സ്ക്വയർ നമ്പർ കാണുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 6 വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ തന്ന നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 4 or 6 ആണെങ്കിൽ സ്ക്വയർ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 6 വരും. സോ ആൻസർ 24 സ്ക്വയർ, 26 square, 36 square, 34 square. Now take page number 92. First try this. Top portion. First try this. What will be the ones digit in the square of the following numbers? There are given 6 numbers. We need to say about what is the number in the unit place of square number. So 1234. 4 is the unity place digit. So it's a perfect square ends with 6. അത് ഓൾറെഡി നമ്മൾ പഠിച്ചു. 4 ആണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നതെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ എൻസ് വിത്ത് 6. അതെങ്ങനെയാണ് കിട്ടുന്നത്? യൂണിറ്റ് പ്ലേസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മിസ് ഒരു പ്രാവശ്യം കാണിച്ചു. നമ്മൾ എപ്പോഴും സെയിം നമ്പർ അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത് സ്ക്വയർ കാണാനായിട്ട്. സോ 4 4s are 16. ഇതാണ് യൂണിറ്റ് പ്ലേസിൽ വരുന്ന 16ൻ്റെ 6 ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും യൂണിറ്റ് പ്ലേസിലെ നമ്പർ കാണാൻ ഇതിങ്ങനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി തന്ന നമ്പറിൻ്റെ. നെക്സ്റ്റ് ഈസ് 26,387. സോ 7 ആണ് യൂണിറ്റ് പ്ലേസിൽ. അപ്പോൾ നമ്മൾ 7 into 7 അല്ലേ അവിടെ വരിക ഫസ്റ്റ്. അപ്പോൾ 49 ആണ്, 9 ആണ് യൂണിറ്റ് പ്ലേസിൽ വരിക. ഐഡിയ കിട്ടിയോ? നെക്സ്റ്റ് ഈസ് 52,698. 8 ആണ് യൂണിറ്റ് പ്ലേസിൽ. അപ്പോൾ നമ്മൾ നമ്പർ ഇങ്ങനെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 8s are 64.
4 ആണ് നമ്മൾ യൂണിറ്റ് പ്ലേസിൽ വരുന്നത്. ദെൻ 99,800 സീറോ യൂണിറ്റ് പ്ലേസിൽ വന്നാൽ 0 × 0 നമുക്ക് 0 തന്നെയാണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നത്. 21,224 2 × 2 4 സോ 4 യൂണിറ്റ് പ്ലേസിൽ വരും. 6th ക്വസ്റ്റ്യൻ 9,106 6ൽ എൻഡ് ചെയ്യുവാണെങ്കിലും യൂണിറ്റ് പ്ലേസിൽ 6 ആയിരിക്കും വരിക. അപ്പോൾ ഇത് നിങ്ങൾ ഒരു നമ്പർ നിങ്ങളോട് തന്നിട്ട് ഇതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ഏതിലാണ് എൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ തന്ന നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അത് തന്നെ 6 ആണെങ്കിൽ 6 × 6 36, 4 ആണെങ്കിൽ 4 4s are 60, 2 2 2s are 4, 8 8 8s are 64. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ ഏതാണോ അതായിരിക്കും പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസിലും വരുന്നത്. Now, fourth property, there are 2n non-perfect square numbers between the squares of the numbers n and n plus 1. If we take a square of n and n plus 1, then between these squares we have 2n non-perfect square numbers between these. മനസ്സിലായോ പറഞ്ഞേ? അടുത്തടുത്തുള്ള 2 നമ്പേഴ്സ് എടുത്ത് അതിൻ്റെ സ്ക്വയർ കണ്ടാൽ ആ 2 സ്ക്വയറിനും ബിറ്റ്വീൻ ആയിട്ട് 2n നമ്പേഴ്സ് നോൺ പെർഫെക്റ്റ്, അതായത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സ് കാണും. Now take page number 94. Try this. First question. How many natural numbers lie between 9 square and 10 square? So we can do this one. 9 square and 10 square. At the place of n is equal to 9 and n plus 1 is equal to 10. n plus തൊട്ടടുത്തുള്ള നമ്പറിന് മീൻ ചെയ്യാൻ മാത്രം വേരിയബിൾ യൂസ് ചെയ്ത് n ആൻഡ് n plus 1 റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ലേ, x plus 1, x plus 2 like that. Here we take a variable n and n plus 1 are 2 consecutive numbers. n square and n plus 1 square are its perfect square numbers. Now n here 9 and here n plus 1 10. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിന് രണ്ടിനും ഈ 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 81, 10 സ്ക്വയർ 100. ഈ 81നും 100നും ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് കാണും? അതായത് 82, 83, 84, 85 ഇതൊന്നും പെർഫെക്റ്റ് സ്ക്വയർസ് അല്ല. ഓക്കെ, ഇതൊന്നും പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. അത് എത്ര എണ്ണം കാണുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നതിന് പകരം ഒരു ഫോർമുല ഉണ്ട്. അതാണ് 2n. ദാറ്റ് ഈസ് 2 × 9 equal to 18. സോ 18 നമ്പേഴ്സ് ആണ് 81നും 100നും ബിറ്റ്വീൻ ആയിട്ട് വരുന്ന നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അതിൻ്റെ എണ്ണം മനസ്സിലായോ? ഓക്കെ, so in try this, that first question asked about how many natural numbers. Do you know natural numbers counting numbers 1 2 3 4 5 6 അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഒരു നമ്പറിന് ബിറ്റ്വീൻ ഫ്രാക്ഷൻസ് ഉണ്ട്, ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് നാച്ചുറൽ നമ്പേഴ്സ് 9 സ്ക്വയറിനും 10 സ്ക്വയറിനും ബിറ്റ്വീൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. Next is between 11 square and 12 square. 11 square and 12 square. Here n equal to 11 and n plus 1 equal to 12. How many numbers between these squares? 2n numbers. That is 2 × 11, 22 numbers between this 11 square and 12 square. 11 square is 121 and 12 square is 144. So between 121 and 144 there are 22 numbers. Okay, that's നമ്മളിവിടെ കണ്ടുപിടിച്ചത്. Now question 2. How many non-square numbers lie between the following pairs of numbers? What is the meaning of that question? That is also same like this. How many non-square numbers? അതായത് എത്ര നോൺ സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സ് ഉണ്ട്, അതും അതുപോലെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ചോദിക്കുന്നു. എല്ലാം സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഇവിടെ എടുത്തു പറയുന്നത് ഡെസിമൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, ഇങ്ങനെ ഇഷ്ടംപോലെ നമ്പേഴ്സ് ബിറ്റ്വീൻ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സോ ഹൗ മെനി നോൺ സ്ക്വയർ നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ ദ ഫോളോവിങ് പെയർസ് ഓഫ് നമ്പേഴ്സ്? 100 സ്ക്വയർ ആൻഡ് 101 സ്ക്വയർ. അപ്പോൾ എന്നാ ചെയ്താൽ മതി, 100 ആണ് അവിടെ n, 2 × 100 200. നമുക്ക് ജസ്റ്റ് റൈറ്റ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നോക്കി തന്നെ പറയാം. 2n =
2 into 100. 200 numbers between them. Second question, 90 square and 91 square. എപ്പോഴും ഓർത്തോണം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരിക്കണം, അടുത്തടുത്ത് വരുന്നതായിരിക്കണം. 90 and 91 consecutive numbers. So how many numbers between 2 into 90? That is 180 numbers. Third question, 1000 square and 1001 square. So 2n is equal 2 into 1000. That means 2000 numbers between these squares. Understand? Next, fifth property. Sum of first n odd natural numbers is n square. First n odd natural numbers. ആദ്യത്തെ n odd natural numbers. Odd means 1, 3, 5, 7, etc. ഇങ്ങനെ ഒരു n നാച്ചുറൽ നമ്പേഴ്സ് എടുത്താൽ അതിന്റെ സം കാണാൻ ആ എത്ര എണ്ണം ഉണ്ടോ അതിന്റെ സ്ക്വയർ കണ്ടാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 plus 3 plus 5. Here 3 numbers, 3 odd numbers. So its sum is equal to 3 square. How many numbers here? 3 numbers. So its sum is 3 square, that is 9. Is it correct? 3 plus 1, 4. 4 plus 5, 9. Yes, that is correct. Another example, 1 plus 3 plus 5 plus 7 plus 9 is equal to. How many numbers here? 1, 2, 3, 4, 5. So its sum is 5 square, that is 25. Now is it correct? 1 plus 3, 4. 4 plus 5, 9. 9 plus 7, 16. 16 plus 9, 25. Yes, that is correct. അതായത് 1ൽ സ്റ്റാർട്ട് ചെയ്യണം, ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെ ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിൻ്റെ എത്ര എണ്ണമാണോ അത്ര എണ്ണത്തിൻ്റെ സമ്മ് കാണാൻ എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. സോ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ഈസ് n സ്ക്വയർ. ഇത് ഈസി അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തിരിച്ചു വരും. ഇപ്പോൾ 49 കുറച്ച് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് 49 എന്ന് വരും. അപ്പോൾ ഇത് ഏതിൻ്റെ സ്ക്വയർ ആണ്? 7ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? 7 7s are 49. സോ ഇതിനെ നമുക്ക് ഇതുപോലെ സമ്മായിട്ട് എങ്ങനെ എഴുതാം? 7 ഓഡ് നമ്പേഴ്സ് സമ്മായിട്ട് എഴുതണം. ഏതൊക്കെയാ? 1 plus 3 plus 5 plus 7 plus 9 plus 11 plus 13. 1, 2, 3, 4, 5, 6, 7. So this numbers sum is 49. Okay. So ഈ പ്രോപ്പർട്ടി 2 ways നമ്മളോട് ചോദിക്കാം. ഫസ്റ്റ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഓഡ് നമ്പേഴ്സ് എപ്പോഴും ഓർത്തോണം 1ൽ സ്റ്റാർട്ട് ചെയ്തോണം. സ്റ്റാർട്ടിങ് 1ലായിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ളത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട്. ഇത് എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ സ്ക്വയർ ആണ് സം. തിരിച്ച് നമുക്കൊരു സം തന്നാൽ അത് ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് ചെക്ക് ചെയ്യുക. അത്രേ എണ്ണം ഈ ഓഡ് നമ്പേഴ്സ് സമ്മായിട്ട് എഴുതുക. ഈ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. Now sixth property, it is very important property. If a natural number cannot be expressed as the sum of successive odd natural numbers starting with 1, then it is not a perfect square. ഒരു തന്നിരിക്കുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ പെർഫെക്റ്റ് സ്ക്വയറിനെ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന് സം ആയിട്ട് എഴുതാൻ രണ്ട് രീതിയിലും ഈ ക്വസ്റ്റ്യൻ വരാം. If a natural number cannot be expressed as a sum of successive odd natural numbers starting with 1, then it is not a perfect square number. What is the meaning? ഒരു നമ്പർ തന്നാൽ ആ നമ്പർ നാച്ചുറൽ ഓഡ് നമ്പേഴ്സിൻ്റെ, അതായത് നമ്മൾ 1, 3, 5, 7, 9 ഈ നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 1ൽ സ്റ്റാർട്ട് ചെയ്യണം. 1ൽ സ്റ്റാർട്ട് ചെയ്ത് 1 plus 3 plus 5 plus 7 plus 9 plus etc. ഇങ്ങനെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ആ തന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. പേജ് നമ്പർ 94. സെക്കൻഡ് ട്രൈ ദിസ്. ബോട്ടം ഓഫ് ദ പേജ്. സെക്കൻഡ് ട്രൈ ദിസ്. ഫൈൻഡ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോവിങ് നമ്പേഴ്സ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ഓർ നോട്ട്. ഓക്കെ, തന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. സോ ഫസ്റ്റ് നമ്പർ ഈസ് 12. The property says that if we can write this number as a sum of odd numbers starting from 1, then it is a perfect square number. So നമ്മൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമ്മായിട്ട് എഴുതാൻ പറ്റുമോ എന്നറിയില്ല. ഇതിനൊരു പ്രത്യേക സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഡ് നമ്പർ ഏതാണ്? 1. ഈ നമ്പറിൽ നിന്ന് 1 അങ്ങ് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഓഡ് നാച്ചുറൽ നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുന്നു. 11 കിട്ടും.
Next is 11 minus. Next odd number is 3. So 11 minus 3. Okay. ഇങ്ങനെ ഓരോ നമ്പറിൽ ഈ നമ്പറിൽ നിന്ന് ഫസ്റ്റ് മുതൽ ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് വരുന്നു. We get 8 here. Now 8 minus next odd number 5. 8 minus 5, 3. Now 3 minus ഈ കിട്ടുന്ന ആൻസർ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ സബ്ട്രാക്ട് ചെയ്യാൻ എടുക്കുന്ന നമ്പർ. 3 minus next odd number is 7. So 3 minus 7, 3 is smaller than 7. So subtract and put minus sign. So 4, 7 minus 3 is 4 and 7 is greater than 3. So write minus 4. So minus 4 വന്നു. നെഗറ്റീവ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വന്നാൽ ഈ തന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 55. 55 is for homework. Third question 81. So we are going to check 81 is a perfect square or not. So first step is 81 minus 1, that is 80. Now next is 80 minus next odd number 3. 80 minus 3 we get 77. Okay. Now 77 minus next odd number is 5. This is equal to 72. Now 72 minus next odd number 7. 72 minus 7 we get 65. Next is 65 minus next odd number 9 we get 56. ഇത് ചെയ്യുമ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് സബ്ട്രാക്ഷൻ നിങ്ങൾ ചെയ്ത് നോക്കിയോണം കേട്ടോ. Now 56 minus next odd number 11, that is 45. Okay. Now 45 minus next odd number 13 we get 32. Now 32 minus next odd number 15 is equal to 17. Now 17 minus next odd number is also 17 and we get 0. ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ 0 ആണ് ആൻസർ എങ്കിൽ ഈ തന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്ക് അല്ലാതെ തന്നെ അറിയാം 81 പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. 9 into 9 81. 9 9s are 81. So 81 is a perfect square number. ഇനി അത് ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ ചെക്ക് ചെയ്യാനുള്ള മെത്തേഡാണ് ഇത്. ഇനി ഇവിടെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ എത്ര എത്ര ഓഡ് നമ്പേഴ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9. So 9 odd numbers we take here and 9 square is 81. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇതിന് മുമ്പിലത്തെ ഏത് പ്രോപ്പർട്ടി ആയിരുന്നു? ഫിഫ്ത്ത് പ്രോപ്പർട്ടി. n ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് n സ്ക്വയർ എന്ന് പറഞ്ഞു. So 1 plus 3 plus 5 plus 7 plus 9 plus 11 plus 13 plus 15 plus 17 equal to 9 square equal to 81. Okay, ഇത് രണ്ടും റിലേറ്റഡ് ആണ്. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഈസ് n സ്ക്വയർ. അതായത് 9 നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് 81. ഇവിടെ നമ്മൾ 9 ഓഡ് നമ്പേഴ്സ് ആണ് സബ്ട്രാക്ട് ചെയ്യാനായിട്ട് എടുത്തത്. സോ നമുക്ക് ഈ രണ്ട് രീതിയിലും ഇത് യൂസ് ചെയ്യാം. ഓക്കെ. In that section, question number 4, 49 and question number 5, 69 is also for homework. Question 2, 4, 5. ഇപ്പോൾ ഈ നിങ്ങൾ ഈ കാണുന്ന ഇടയ്ക്ക് ഹോംവർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ മിസ് ഓൾറെഡി ചെയ്ത് കാണിച്ചു. അതേ മോഡലാണല്ലോ ഹോംവർക്ക് തരുന്നത്. ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ റഫ് ബുക്കിലേക്ക് ആ ഹോംവർക്ക് ചെയ്യുക. ഹോംവർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് റഫ് ബുക്കിലേക്ക് അത് ചെയ്ത് വെക്കുക. എന്നിട്ട് നോട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോട്ടിലേക്ക് എഴുതുക. ഓക്കെ. Next is the seventh property. We can express the square of any odd number as the sum of two consecutive positive integers. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമുക്ക് we can express the square of any odd number. ഏതെങ്കിലും ഒരു odd നമ്പറിൻ്റെ സ്ക്വയറിനെ ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സം ആയിട്ട് എഴുതാം. പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം അതിൻ്റെ സം ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് n square is equal to n square minus 1/2 plus n square plus 1/2. അതായത് ആ ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് കാണാനുള്ള ഫോർമുല ആണ് n square minus 1/2 n square plus 1/2. Try this. Page number 95, top portion. Express the following as the sum of two consecutive integers. ഇനി അവിടെ തന്നെ ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ. 21 square, 13 square, 11 square and 19 square. These numbers are odd numbers. So this property is for only odd number.
So first is 21 square. So we are going to write 21 square as a sum of two consecutive number. What is 21 square? 21 square is 441. ഈ 441നെയാണ് നമ്മൾ സം ആയിട്ട് എഴുതാൻ പോകുന്നത്. So first number is n square minus 1 by 2 and second number is n square plus 1 by 2. So we are going to separately find n square minus 1 by 2. What is n square? N square is a given number, 21 square. N square is a 21 square. So 21 square minus 1 by 2. This is equal to, what is 21 square? 441. 441 minus 1 by 2. 441 minus 1 is 440 by 2. And divide we get 220. So first number is 220. Now we are going to find next number, n square plus 1 by 2. What is n square? 21 square. So 21 square plus 1 by 2. That is 441 plus 1 by 2. 441 plus 1 is 442 by 2. After division we get 221. Now add this 220 plus 221. 220 plus 221 we get 441. 220 and 221 are two consecutive natural numbers. തൊട്ടടുത്തടുത്ത് വരുന്നതല്ലേ? So we can write 441 as a sum of two consecutive natural numbers. So what is a seventh property? Seventh property is we can express the square of a odd number, any odd number, as the sum of two consecutive natural numbers, positive integers. രണ്ട് consecutive positive integers ന്റെ sum ആയിട്ട് ഏത് ഓഡ് നമ്പറിന്റെ സ്ക്വയറിനെ എഴുതാൻ പറ്റും. സോ ഇതിന്റെ സ്റ്റെപ്സ് എന്താണ്? ഇതാണ് ഇതിന്റെ ഫോർമുല. അതിൽ ഫസ്റ്റ് നമ്മൾ n സ്ക്വയർ മൈനസ് 1 by 2 സെപ്പറേറ്റ് കാണുന്നു. n സ്ക്വയർ മീൻസ് തരുന്ന ക്വസ്റ്റ്യൻ തരുന്ന 21 സ്ക്വയർ, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കണം. ദെൻ n സ്ക്വയർ പ്ലസ് 1 by 2 കാണുന്നു. ആ രണ്ടും കൂടെ സമ്മ് ചെയ്യുന്നു. ഇത് ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ. Now questions 2, 3, 4 homework. That is 13 square, 11 square and 19 square for homework. So pause the video and do that is first. Now second question, do you think the reverse is also true? That is, the sum of any two consecutive positive integers is a perfect square of a number. Give examples to support your answer. What is the question? Do you think the reverse is also true? Here we say that two consecutive natural numbers sum is a perfect square. രണ്ട് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എടുത്തു, അതിൻ്റെ സം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ഇനി തിരിച്ച് ടു കോൺസിക്യൂട്ടീവ് നമ്പർ എടുത്ത് അതിൻ്റെ സമ്മ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അതിന് എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുവാണ് 2, 3 എടുക്കുക അല്ലേ. 2, 3 സിമ്പിളായിട്ട് പറയാം. സ്മോൾ എക്സാമ്പിൾ, 2 and 3 ആർ കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ്. 2 plus 3 is 5. Is 5 is a perfect square? No. So its reverse is not correct. Reverse അതായത് തിരിച്ച് ഏതെങ്കിലും ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താൽ ഒരിക്കലും എല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല കിട്ടുന്നത്. റിവേഴ്സ് ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ. Now eighth property, if n plus 1 and n minus 1 are two consecutive even or odd natural numbers, then n plus 1 into n minus 1 is equal to n square minus 1. അതായത് ടു കോൺസിക്യൂട്ടീവ് ഓഡോ ഈവനോ ഏത് നമ്പറും ആകാം, രണ്ട് അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സാണ്. n plus 1 into n minus 1. Then we can say that n square minus 1 ആണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ആൻസർ. ഇത് ജസ്റ്റ് ഈ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എക്സാമ്പിൾസോ ഇതിൻ്റെ വേറെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ചെയ്യാനില്ല. നെക്സ്റ്റ് നയൻത് പ്രോപ്പർട്ടി, square of even numbers is always even numbers and square of odd numbers is always odd number. ഇപ്പോൾ നമ്മൾ ഒരു സ്ക്വയർ ഓഫ് ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ ആണെങ്കിൽ എപ്പോഴും അതൊരു ഈവൻ നമ്പർ ആയിരിക്കും അതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ. ഫോർ എക്സാമ്പിൾ 2 square is 4, 8 square is 64, then 6 square is 36. Even numbers in the square is also even number and odd numbers square is also odd number. 9 square is 81, 1 square is 1, 3 square is 9, 7 square is 49, 11 square is 121.
like that odd numbers square is odd number and even number square is even number. This is very important. Now last and 10th property, number of zeros in the square number, perfect square number, number of zeros in the perfect square number is equal to 2 into number of zeros at the end of the given number. That means if we are going to find the square of 10. 10 il etra zero undu? 1 zero. 10 into 10 we get 100. How many zeros here? 2 zeros. അപ്പോൾ നമ്മൾ ഒരു നമ്പർ തന്നാൽ എൻഡിങ്ങിൽ സീറോ ഉള്ള ഒരു നമ്പർ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറിൽ എത്ര സീറോ ഉണ്ടെന്ന് കാണാനായിട്ട് 2 ഇൻറ്റു ഇവിടെ എത്ര നമ്പർ ഓഫ് സീറോ ഉണ്ടോ അത് കൊടുത്താൽ മതി. സോ 10ന് 1 ഉള്ളൂ. സോ 2 ഇൻറ്റു 1 2 സീറോസ് ആയിരിക്കും പെർഫെക്റ്റ് സ്ക്വയറിൽ ഉണ്ടാകുക. For example, another 200. 200, how many zeros here? 2 zeros. So its a perfect square contains 2 into 2, that is 4 zeros. Is it correct? 2 2s are 4. Then 40,000 is the square of this number. Okay. അപ്പോൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കണം, പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണെങ്കിൽ അതിൻ്റെ എൻഡിങ്ങിൽ ഈവൻ നമ്പർ ഓഫ് സീറോസേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 3 0 വന്നാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുപോലെ 7 0 1 0 5 0 ഒക്കെയാണ് എൻഡിങ്ങിൽ വരുന്നതെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. എപ്പോഴും ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണെങ്കിൽ ഈവൻ നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും എൻഡിങ്ങിൽ ഉണ്ടാകുക. അതുപോലെ ഒരു നമ്പർ തന്നാൽ ഇപ്പോൾ 20ക്ക് എത്ര സീറോ ഉണ്ട്? 1 0. സോ അതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ 2 0 ആയിരിക്കും അതിൻ്റെ എൻഡിങ്ങിൽ വരിക. സോ 2 ഇൻറ്റു നമ്പർ ഓഫ് സീറോസ് ഇൻ ദ ഗിവൺ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നൗ ടേക്ക് പേജ് 92, ടോപ്പ് പോർഷൻ, ട്രൈ ദിസ്. സോറി, നോട്ട് ടോപ്പ്, bottom portion, try this. The square of which of the following numbers would be an odd number or an even number? Why? So we already learned square of an odd number is always odd and square of an even number is always even number. So first is 727. 727 odd number. So its a perfect square is also odd number. What is the reason? 727 is an odd number. Next question, 158. 158 is an even number, so its square is also an even number. Then third question, 269. 269 is an odd number and also its square is odd number. And last question, 1980. That is an even number, so its perfect square is also even number. ഇനി ഓഡ് ഈവനും അറിയത്തില്ലാത്തവരില്ലല്ലോ. എൻഡിങ്ങിൽ 1 3 5 7 9 ഈ നമ്പേഴ്സ് ആണെങ്കിൽ ഓഡ് നമ്പർ. യൂണിറ്റ് പ്ലേസിൽ 2 4 6 8 and 0, then it is a even number. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഓഡ് ഈവനും കാണുന്നത്. Now question 2, what will be the number of zeros in the squares of the following numbers? 60. 60യുടെ സ്ക്വയർ നമ്പറിൽ എത്ര സീറോസ് കാണും? 2 into 1 2 zeros. അതായത് എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടോ അത്രയും ഇൻറ്റു 2 ചെയ്താൽ മതി. 60ക്ക് എത്ര സീറോ ഉണ്ട്? 1 0. സോ 2 into 1 2. 60യുടെ പെർഫെക്റ്റ് സ്ക്വയറിൽ 2 സീറോസ് ഉണ്ടാവും. 400ൽ എത്ര സീറോ ഉണ്ട്? 2 0. സോ 2 into 2 4 സീറോസ് അതിൻ്റെ സ്ക്വയർ നമ്പറിൽ ഉണ്ടാവും. ഓക്കെ, ഹാവ് 10 പ്രോപ്പർട്ടീസ്. ഈ 10 പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു പ്രോപ്പർട്ടിക്ക് മാത്രമേ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഓരോ പ്രോപ്പർട്ടീസ് ചെയ്യുന്നതിനൊപ്പം ആ ക്വസ്റ്റ്യൻസ് കൂടെ ട്രൈ ചെയ്ത് പോവുക. ഓക്കെ, നൗ ടേക്ക് പേജ് നമ്പർ 96, എക്സസൈസ് 6.1, ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഫോളോവിങ് നമ്പേഴ്സ്? താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെയൊക്കെ യൂണിറ്റ് സ്ക്വയർ കണ്ടാൽ യൂണിറ്റ് പ്ലേസിൽ ഏത് നമ്പർ ആയിരിക്കും വരിക? ഇത് തന്നെ നമ്മൾ ട്രൈ ദീസ് ഓൾറെഡി ചെയ്തതാണ്, ഞാൻ പറയേണ്ട കാര്യം പോലും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ തന്ന നമ്പറിൻ്റെയൊക്കെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഫസ്റ്റ് ഈസ് 81. 81ൻ്റെ യൂണിറ്റ് പ്ലേസിൽ 1 1 into 1 1. സോ പെർഫെക്റ്റ് സ്ക്വയറിലും 1 ആയിരിക്കും. നെക്സ്റ്റ് ഈസ് 272. യൂണിറ്റ് പ്ലേസ് നമ്പർ 2 2 2s are 4 ആയിരിക്കും സ്ക്വയർ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ. നെക്സ്റ്റ് ഈസ് 799. 1ഉം 9ഉം യൂണിറ്റ് പ്ലേസിൽ വന്നാൽ ഏതിലായിരിക്കും എൻഡ് ചെയ്യുക? പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ 1ലായിരിക്കും. അത് നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടിയാണ്. സോ 1.
Fourth question, 3853. 3 in the unit place. 3 3s are 9. So perfect square number unit place is 9. And question number 5, 1234. If 4 in the unit place, it's a perfect square sent with the 6. That is third property. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതുപോലെ ബാക്കി ക്വസ്റ്റ്യൻസ് ഹോംവർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2. The following numbers are obviously not perfect squares. Give reasons. താഴെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും കുറച്ച് നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. എങ്ങനെ നമുക്ക് പറയാം? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? യൂണിറ്റ് പ്ലേസിൽ 0 1 4 5 6 9 ഈ നമ്പേഴ്സ് വരുന്നതാണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്. പക്ഷെ ഇത് വരുന്ന എല്ലാ നമ്പറും പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. പക്ഷേ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എന്ത് വരും? യൂണിറ്റ് പ്ലേസിൽ 0 1 4 5 6 9 ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ മസ്റ്റ് ആയിട്ടും ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് വെച്ച് ഇതിനെ ചെക്ക് ചെയ്യുക. സോ ഫസ്റ്റ് നമ്പർ യൂണിറ്റ് പ്ലേസ് ഈസ് 7. സോ നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ. സെക്കൻഡ് നമ്പർ യൂണിറ്റ് പ്ലേസ് 3. നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ. തേർഡ് നമ്പർ 7928. 8. നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ. Then next is last digit 2. Not perfect square. Next is 64,000. How many zeros there? 64 is a perfect square. 8 8s are 64. Isn't it? But there are 3 zeros. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു 3 0. ഓഡ് നമ്പർ ഓഫ് സീറോസ് ആണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഈവൻ നമ്പർ ഓഫ് സീറോസ് എൻഡിങ്ങിൽ വന്നാലേ പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ. സോ ദാറ്റ് ഈസ് ദ റീസൺ. സോ ദാറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. Now question 6. Last digit 2. That is not a perfect square. And question number 7. That is also 3 zeros in the ending. So not a perfect square. And last digit 1 0 in the unit place. That is also not a perfect square. So ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒന്നും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല. പക്ഷെ നമ്മൾ എന്ത് പറയണം? അതിൻ്റെ റീസൺ പറയണം. അപ്പോൾ റീസൺ മനസ്സിലായല്ലോ. യൂണിറ്റ് പ്ലേസിൽ 0 1 4 5 6 9 ആയിരിക്കും പെർഫെക്റ്റ് സ്ക്വയറിൽ ഉണ്ടാവുക. പക്ഷെ ഇവിടെ 0 യൂണിറ്റ് പ്ലേസിൽ വന്നിട്ടില്ലേ? നമ്പർ ഓഫ് സീറോസ് കൂടെ നോക്കണം. നമ്പർ ഓഫ് സീറോസ് ഈവൻ നമ്പർ ആണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഈവൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ. Now question number 3. The squares of which of the following would be odd numbers? Odd numbers ഏതിൻ്റെയൊക്കെ ആയിരിക്കും odd numbers വരിക? നമ്മൾ അത് ഓൾറെഡി ഇപ്പം ചെയ്തതേ ഉള്ളൂ. ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ ആണ് ഓഡ് നമ്പർ വരിക. 431 ഓഡ് നമ്പർ ആണ്. സോ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് ഓൾസോ ഓഡ് നമ്പർ. സെക്കൻഡ് ഈസ് ആൻ ഈവൻ നമ്പർ. ഇറ്റ്സ് സ്ക്വയർ ഈസ് ഓൾസോ ഈവൻ നമ്പർ. തേർഡ് 7779 ഓഡ് നമ്പർ. ഫോർത്ത് 82,004 ഈവൻ നമ്പർ ആയിരിക്കും അതിൻ്റെ സ്ക്വയർ നമ്പർ. Now question number 4 and 5. Some pattern is given. You need to also sixth question 4 5 6 ഒരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അപ്പോൾ ആ പാറ്റേൺ നിങ്ങൾ സ്വയം ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അതൊരു ഹോംവർക്കാണ്. അതിൽ സിക്സ്ത് ക്വസ്റ്റ്യൻ പാറ്റേൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. അതൊന്ന് നോക്കിക്കേ. 1 square plus 2 square plus 2 square equal to 3 square. 2 square plus 3 square plus 6 square equal to 7 square. 3 square plus 4 square plus 12 square equal to 13 square. Do you get any idea? ആ പാറ്റേണിൽ 1 2 1 square plus 2 square. First two numbers 1 2 plus 2 square we get 3 square. 1 into 2 2. ഇത് നോക്കിയാൽ മിസ് ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ദ ഗിവൺ പാറ്റേൺ. സോ 1 square plus 2 square plus 2 square equal 3 square. ഈ റിലേഷൻഷിപ്പ് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 2 into 3 6. Isn't it? 2 3s are 6. 6 square. So 2 square plus 3 square plus 6 square we get 7 square. ഇനി 3 square plus 4 square. 3 4s are 12. 12 square equal 13 square. 4 square plus 5 square plus dash square equal to 21. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും വരിക? ഇവിടെ 3 into 4 12 square വന്നു. 2 into 3 6. 1 into 2 2. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും? 4 into 5 20 square is equal to 21 square. Next is 5 square plus dash square plus 30 square equal to 31 square. 5 into which number we get 30? 5 into 6. So 6 square. Okay.
Now 6 square plus 7 square. 6 sevens are 42. So 42 square is equal to 43 square. അതെങ്ങനെയാണ് 43 square എന്ന് പറഞ്ഞ് ഈ റിലേഷൻ നോക്കിയേ. ഈ ഡിജിറ്റ് 2 സ്ക്വയർ, ഇവിടെ ആൻസർ 3 സ്ക്വയർ. 6 സ്ക്വയർ, 7 സ്ക്വയർ, 12 സ്ക്വയർ, 13 സ്ക്വയർ, 20 സ്ക്വയർ, 21 സ്ക്വയർ, 30 സ്ക്വയർ, 31 സ്ക്വയർ, 42 സ്ക്വയർ, 43 സ്ക്വയർ. So two types of relations in this pattern. This is interesting pattern. Okay. Now 4 and 5 for homework. Now question number 7. Without adding, find the sum. Add ചെയ്യാതെ sum കാണുക. 1 plus 3 plus 5 plus 7 plus 9. Miss already പറഞ്ഞായിരുന്നു n odd numbers in the sum starting from 1 is n square. എത്ര എണ്ണം ഉണ്ടോ അതിന്റെ സ്ക്വയർ കണ്ടാൽ മതി. So how many numbers? 1, 3, 5, 7, 5 numbers. So its sum is 5 square, that is 25. Already ഞാൻ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. Question 2. 1 plus 3 plus 5 plus 7 plus 9 plus 11 plus 13 plus 15 plus 17 plus 19. So how many numbers? Count it. Total 10 numbers. So its sum is 10 square, that is 100. ആഡ് ചെയ്യാതെ തന്നെ അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. 1ൽ സ്റ്റാർട്ട് ചെയ്യണം, അടുത്തടുത്ത് വരുന്ന ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ അത് കൗണ്ട് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3. 1 plus 3 plus 5 plus എക്സെട്ര plus 23. 1 to 23 വരെയുണ്ട്. എത്ര നമ്പേഴ്സ് ഉണ്ട്? കൗണ്ട് ചെയ്തോ. 12 നമ്പേഴ്സ്. സോ ഇറ്റ്സ് സം ഈസ് 12 സ്ക്വയർ, ദാറ്റ് ഈസ് 144. Now question number 8. Express 49 as the sum of 7 odd numbers. ഇത് മിസ് ഈ 7th ക്വസ്റ്റ്യൻ്റെ മോഡൽ പഠിപ്പിച്ചപ്പോൾ തിരിച്ചും ചോദിക്കുമെന്ന് പറഞ്ഞായിരുന്നു. 49നെ 7 ഓഡ് നമ്പേഴ്സിന്റെ സമ്മായിട്ട് എഴുതുക അല്ലേ. 49 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 സ്ക്വയർ ആണ്. സോ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 11. 9 plus 11 plus 30. So 49 is equal to 1 plus 3 plus 5 plus 7 plus 9 plus 11 plus 30. അതായത് 49 7 സ്ക്വയർ ആണ്. അപ്പോൾ 7 ഓഡ് നമ്പേഴ്സ് പ്ലസ് ഇട്ട് എഴുതിയാൽ മതി. അത് ആ 7th ക്വസ്റ്റ്യൻ്റെ നേരെ റീവേഴ്സ് ഓൾറെഡി ഐ ടോൾഡ്. Now question 8.2. 121. Express 121 as the sum of 11 odd numbers. 121 is 11 square. കേട്ടോ, 11 സ്ക്വയർ ആണ് 121. സോ 11 ഓഡ് നമ്പേഴ്സ് ഇതുപോലെ പ്ലസ് ഇട്ട് 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 11 പ്ലസ് 13 പ്ലസ് 15 പ്ലസ് 17 പ്ലസ് 19 പ്ലസ് 21. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് 121. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 9. How many numbers lie between the squares of the following numbers? ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എത്ര നമ്പേഴ്സ് ആണ് സ്ക്വയേഴ്സ്? അതായത് പേജ് നമ്പർ 94. ഫസ്റ്റ് ട്രൈ ദീസ് നമ്മൾ ചെയ്തതാണ് അല്ലേ. അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ടാവും എന്നാ പറഞ്ഞേ? 2n നമ്പേഴ്സ്. 12 സ്ക്വയർ ആൻഡ് 13 സ്ക്വയർ. അവിടെ നമുക്ക് 12 ആൻഡ് 13 തന്നിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഹൗ മെനി നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഫോളോവിങ് നമ്പേഴ്സ്. ദാറ്റ് മീൻസ് 12 സ്ക്വയർ ആൻഡ് 13 സ്ക്വയർ. ഹിയർ n is equal to 12. So how many numbers between 2n numbers? So 2 into 12, that is 24 numbers lies between 12 square and 13 square. Like that 25 and 26, n is 25. So 2 into 25, 50 numbers lie between 25 square and 26 square. Next is 99 and 100. 99 is n. So 2 into 99, 198 numbers between 99 square and 100 square. ഇത് നമ്മൾ ഇതെല്ലാം ട്രൈ ദീസിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ എക്സസൈസിലും വന്നിരിക്കുന്നത്. സോ ഓരോ പ്രോപ്പർട്ടീസ് ഇത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് 10 പ്രോപ്പർട്ടീസ് ഉണ്ട്. പല സെറ്റ് ക്വസ്റ്റ്യൻസ്, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുണ്ട്. ഓരോ പ്രോപ്പർട്ടീസും നന്നായിട്ട് തറവാക്കി മനസ്സിലാക്കി നെക്സ്റ്റിലേക്ക് പോവുക. അതിൻ്റെ പ്രോബ്ലംസ് ചെയ്തിട്ട് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. സോ സ്റ്റഡി വെൽ. താങ്ക് യു.